സ്നേഹസമ്മാനമായ നവാസ്ക തന്ന ട്യൂണ ഫിഷിന്റെ വാലുമലും തൂക്കി പിടിച്ച് കീസിലാക്കി ഞങ്ങൾ അങ്ങനെ നേരെ നാട്ടിലെത്തി. കത്തുപാട്ടിലെ ഫ്രൂട്ട്സ് കട്ടിങ്ങിന് ഞാൻ PhD എടുത്തോണ്ട് തന്നെ ഫിഷ് കട്ടിങ്ങിൽ MBBS എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് ഈ ഫിഷ് കട്ടിങ്ങിന്റെ MBBS ഞാൻ എടുത്തത് ചൈനീന്നാട്ടോ. ചൈനീന്ന് എങ്ങനെ MBBS എടുത്തു എന്നല്ലേ യൂട്യൂബിൽ നോക്കി കണ്ട ഹൗ ടു ഫിഷ് കട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചൈനക്കാരാണ് ഇങ്ങനെ അറഞ്ച പുറച്ച കട്ട് ചെയ്യേണ്ട വീഡിയോ ഞാൻ കണ്ടത്. കട്ടിങ്ങിൽ കഴിവ് തെളിച്ച മീൻ കണ്ട പട്ടപാത്രത്തിൽ കിട്ടുകയാണ് ഞാൻ അങ്ങനെ നേരെ പൈപ്പിന്റെ ഒട്ട് ഫ്രഷ് മീൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കഴിക്കിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്തൊക്കെ നഷ്ടപ്പെടുന്ന ഇറങ്ങാണ്ട് ഒരാൾക്കിളക്കി ഊറ്റി വാരിയപ്പോൾ സഹധർമ്മിണിയായ ഭാര്യന്റെ അടുത്ത് പിന്നെ കണ്ടത് വെളുത്തിട്ട് പോരെ മീൻ. അപ്പൊ പിന്നെ തട്ടും വെച്ച പൊടിപ്പാത്രത്തിൽ ഓരോ പൊടികളുടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വിനാഗിരി എടുത്ത് കണ്ട് അതങ്ങോട്ട് കോയമ്പാക്കി. അപ്പോഴാണ് മീനിന്റെ യഥാർത്ഥ അവകാശം വീട്ടിൽ വന്നത്. അപ്പം അമ്മയാണ് പറഞ്ഞു ഓക്കെടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ബാക്കി വരുന്ന മീൻ മസാലയും പറ്റി പൊരിക്കാനുള്ള പരിപാടി പ്ലാൻ ചെയ്തു. അപ്പൊ തന്നെ ഇവിടെ മീനിന്റെ തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തലക്കറി കണ്ട് വള്ളറക്കി നിൽക്കുന്ന സമയത്താണ് മീൻ ബിരിയാണിക്കും വേണ്ടി പാചകപ്പുര റെഡി ആവണം ഞാൻ കണ്ടത്. ഉള്ളി, തക്കാളി, പച്ചമുളക്, പൊടിക്കൈകൾ തീർത്ത മസാലയിലേക്ക് പൊരിച്ചു വെച്ച മീൻ അങ്ങനെ മിക്സ് ആക്കി. അപ്പന്റെ സാറേ എന്താ ഇത് വല്ലാത്തൊരു ഇത് തന്നെ. അപ്പൊ പിന്നെ തിളപ്പിച്ചാറ്റി കുറുക്കി വെച്ച റൈസ് എടുത്ത് കണ്ട് അങ്ങനെ ദമ്മിടൽ പരിപാടിയിലേക്ക് കടന്നു. പിന്നൊന്നും നോക്കില്ല, ദമ്മിടലിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് കയറ്റും പാരിട്ട് കാണും മൂടി അടിച്ചു വെച്ച് കാണും അതിന്റെ മേലെ ഒരു കുന്തക്കല്ലും കയറ്റി വെച്ചു. സമ്മന്തി അരക്കാൻ വേണ്ടി അമ്മിക്കുട്ടി മാറ്റി വെച്ചപ്പോഴാണ് നമ്മൾ ദമ്മിട്ട ബിരിയാണി റെഡി ആയി. എന്നാ പിന്നെ ആർക്കേജും പറഞ്ഞു കാണാൻ അതൊന്നാണ് പാകപ്പെടുത്താൻ വിചാരിച്ചു. അങ്ങനെ മിക്സിങ്ങിന് ശേഷം നമ്മൾ അതൊരു വട്ടപാത്രത്തേക്ക് മാറ്റി. അപ്പോഴാണ് ഷോക്കേസിൽ നിന്ന് വിരുന്നേർക്ക് മാത്രം കൊടുക്കുന്ന പാത്രത്തിൽ ഞാൻ ഉമ്മാനോട് ഇത്തിരി ചോറ് തീ കിട്ടാണ് പറഞ്ഞത്. അപ്പോഴാണ് അളവുള്ള ഈ പാത്രത്തിൽ അളവില്ലാത്ത രീതിയിൽ ഉമ്മ മീനും ചോറും നിറച്ചു തന്നത്. വീഡിയോ എടുക്കാനായിരുന്നേക്കിന് ഉമ്മാന്റെ ഓരോ ഡെക്കറേഷനും തുടങ്ങി. അങ്ങനെ ആ ചോറ്റും പാത്രം പൊടിച്ച് ഞാൻ അങ്ങനെ നേരെ കിണറ്റിന്റെ വേറെ നല്ല വീഡിയോഗ്രാഫിയിൽ PhD എടുത്തതിന്റെ സഹധർമ്മിണി എന്നോട് പറഞ്ഞത് പുറത്തുനിന്ന് നല്ല ഫ്രെയിം ഇട്ടുള്ളൂ ആക്കോ. അപ്പൊ പിന്നെ വെട്ടിച്ച് വായന്റലിക്ക് സലാഡ് ഇടലായി, തൈര് ഇടലായി, സമ്മന്തി പിന്നെ മന്ദം ബിരിയാണി വരലായി. പെരന്ന് കിടക്കണ വായന്റലിക്ക് പരത്തി ചോറിടുമ്പോ അതിനൊരു മണം അങ്ങനെ മൂക്ക് കടിച്ചാണ്ട് ഔ. ഇതൊക്കെ കണ്ടിക്കാൻ എനിക്ക് ക്ഷമയില്ലാത്തോണ്ട് തന്നെ കുറച്ച് സലാഡും കുറച്ച് തൈരും കുറച്ച് സമ്മന്തി ഒരു മീൻ കണ്ടെടുത്ത് കണ്ട് ഞാൻ നല്ലൊരു പുടുത്തം പിടിച്ചു. അപ്പണ്ട് നമ്മള് ചങ്കനാഫി വീട്ടിൽ കയറണം എന്താ മുത്തവിടെ ഒരു പൊരിച്ചൊരു മണം. അങ്ങനെ വായന്റലിയിലും ചോറാക്കി മഹത്തായ കർമ്മത്തിലേക്ക് കിടക്കാൻ നിന്നപ്പോൾ നാഫി ഞങ്ങളോട് പറഞ്ഞു സൗദി അറേബ്യയിലൊക്കെ ആദ്യം പുല്ല തിന്നലേന്ന്. ദുനിയാവിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും സ്വാദിഷ്ടമായ മീൻ ബിരിയാണി വെച്ച് തന്ന എന്റെ ഉമ്മാക്കും എന്റെ സഹോദരന്മാർക്കും കൈമൽ ഓരോ മുത്താണ് കൊടുത്തു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.